ഇന്ത്യയിലെ വാർത്താ ചാനലുകളിലും പത്രത്താളുകളിലും ഇന്ന് ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന, പലരിലും ഭയവും ആകാംക്ഷയും ഒരുപോലെ ജനിപ്പിക്കുന്ന രണ്ടക്ഷരങ്ങളാണ് ഇ.ഡി. അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. രാഷ്ട്രീയ പ്രമുഖരുടെ വീടുകളിലെ റെയ്ഡുകൾ, കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം പിടിച്ചെടുക്കൽ, ബിസിനസ് ഭീമന്മാരുടെ അറസ്റ്റുകൾ തുടങ്ങി ഇന്ത്യൻ വാർത്താ ലോകത്തെ പിടിച്ചുകുലുക്കുന്ന മിക്ക സംഭവങ്ങൾക്കും പിന്നിൽ ഈ അന്വേഷണ ഏജൻസിയുടെ സാന്നിധ്യമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നും എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയധികം അധികാരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നതെന്നും രാഷ്ട്രീയ വേട്ടയാടലുകൾക്കായി ഈ ഏജൻസി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുമുള്ള ചോദ്യങ്ങൾ ഇന്ന് സാധാരണക്കാരുടെ ഇടയിൽ പോലും സജീവ ചർച്ചയാണ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഈ ഏജൻസിയുടെ ഉള്ളറകളിലേക്കും പ്രവർത്തന രീതികളിലേക്കും നമുക്കൊരന്വേഷണം നടത്താം. ഇന്ത്യൻ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള റവന്യൂ വകുപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക രഹസ്യാന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടുക, കള്ളപ്പണം വെളുപ്പിക്കൽ തടയുക, വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങൾ കർശനമായി നടപ്പിലാക്കുക എന്നിവയാണ് ഈ ഏജൻസിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പണത്തിൻ്റെ ഉറവിടം മറച്ചുവെച്ച് അനധികൃതമായി സമ്പാദിക്കുന്ന പണം നിയമപരമായ മാർഗങ്ങളിലൂടെ സമ്പാദിച്ചതാണെന്ന് വരുത്തി തീർക്കുന്ന പ്രക്രിയയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ അഥവാ മണി ലോണ്ടറിംഗ്. ഇത്തരം പ്രവൃത്തികൾ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കാൻ പോന്നവയായതിനാൽ അതിനെ നേരിടാൻ അത്യന്തം ശക്തമായ നിയമ സംവിധാനങ്ങളാണ് ഇഡിക്ക് നൽകിയിട്ടുള്ളത്. ന്യൂഡൽഹിയിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ഏജൻസിയുടെ തലപ്പത്ത് നിലവിൽ ഡയറക്ടർ പദവി വഹിക്കുന്നത് ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥനായ രാഹുൽ നവീനാണ്. ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നീ വിവിധ മേഖലകളിൽ നിന്നുള്ള മിടുക്കന്മാരായ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇഡിയുടെ സംഘടനാ സംവിധാനം രൂപീകരിച്ചിരിക്കുന്നത്. രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം ഇതിന് സോണൽ, സബ് സോണൽ ഓഫീസുകളുണ്ട്. കേരളത്തിൽ കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ സോണൽ ഓഫീസുകളും തിരുവനന്തപുരത്ത് സബ് സോണൽ ഓഫീസും ഇഡിക്കായി പ്രവർത്തിക്കുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അധികാരങ്ങൾ പ്രധാനമായും 4 സുപ്രധാന നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് 2002 നിലവിൽ വന്ന കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം അഥവാ PMLA, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ആണ്. ഇതൊരു ക്രിമിനൽ നിയമമാണ്. കുറ്റകൃത്യങ്ങളിലൂടെ സമ്പാദിച്ച പണം കണ്ടുകെട്ടാനും അതിനുത്തരവാദികളായവരെ പ്രോസിക്യൂട്ട് ചെയ്യാനും ഈ നിയമം ഇഡിക്ക് വലിയ അധികാരം നൽകുന്നു. രണ്ടാമത്തേത് വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങൾ നിയന്ത്രിക്കുന്നതിനായി 1999 കൊണ്ടുവന്ന ഫെമ അഥവാ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് എന്ന സിവിൽ നിയമമാണ്. വിദേശ വ്യാപാരവും വിനിമയവും സുഗമമാക്കുന്നതിനോടൊപ്പം അതിർത്തി കടന്നുള്ള സാമ്പത്തിക ഇടപാടുകളിൽ കൃത്രിമം നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. രാജ്യത്ത് വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയ ശേഷം വിദേശത്തേക്ക് കടന്നുകളയുന്ന കുറ്റവാളികളെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് മൂന്നാമത്തെ നിയമമായ ഫെവ അഥവാ ഫ്യൂജിറ്റീവ് ഇക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട്. 2018 നിലവിൽ വന്ന ഈ നിയമപ്രകാരം രാജ്യം വിട്ട സാമ്പത്തിക കുറ്റവാളികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഇഡിക്ക് സാധിക്കും. കൂടാതെ വിദേശ നാണ്യ സംരക്ഷണവും കള്ളക്കടത്ത് തടയലും ലക്ഷ്യമാക്കി 1974 കൊണ്ടുവന്ന കോഫെ പോസെ എന്ന നിയമപ്രകാരം വിദേശ നാണ്യ ചട്ടങ്ങൾ ലംഘിക്കുന്നവരെ കരുതൽ തടങ്കലിൽ വെക്കാൻ ശുപാർശ ചെയ്യാനും ഇഡിക്ക് അധികാരമുണ്ട്. ഇഡി വിചാരിച്ചാൽ ഒരാളെ പൂർണ്ണമായും നിയമത്തിന് മുന്നിൽ പൂട്ടാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് വളരെ ലളിതമായി അതെ എന്ന് തന്നെ ഉത്തരം പറയേണ്ടി വരും. സാധാരണ പോലീസ് അന്വേഷണങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇഡിയുടെ അന്വേഷണ രീതികൾ. കേവലം ഒരാളെ അറസ്റ്റ് ചെയ്യുക എന്നതിലുപരി കുറ്റകൃത്യങ്ങളിലൂടെ അയാൾ സമ്പാദിച്ചുവെന്ന് കരുതപ്പെടുന്ന എല്ലാ സ്വത്തുക്കളും ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിക്കാനും കണ്ടുകെട്ടാനുമുള്ള അസാധാരണമായ അധികാരം അവർക്കുണ്ട്. ഇതിനെ പ്രൊസീഡ്സ് ഓഫ് ക്രൈം അഥവാ കുറ്റകൃത്യങ്ങളിലൂടെ നേടിയ സമ്പത്ത് എന്നാണ് നിയമപരമായി വിളിക്കുന്നത്. ഒരു വ്യക്തിയുടെ ബിസിനസ് സാമ്രാജ്യം മുഴുവൻ നിശ്ചലമാക്കാനും അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ പൂർണ്ണമായും അടച്ചുപൂട്ടാനും ഈ നടപടിയിലൂടെ ഇഡിക്ക് സാധിക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ ഏറ്റവും കടുത്ത വ്യവസ്ഥകളിലൊന്ന് കുറ്റാരോപിതനായ വ്യക്തി താൻ നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത അയാൾക്ക് തന്നെയാണ് എന്നതാണ്. സാധാരണ ക്രിമിനൽ നിയമങ്ങളിൽ ഒരാൾ കുറ്റക്കാരനാണെന്ന് തെളിയിക്കേണ്ടത് അന്വേഷണ ഏജൻസികളുടെ ചുമതലയാണെങ്കിൽ ഇവിടെ കുറ്റാരോപിതൻ തന്നെ സ്വത്തുക്കൾ നിയമപരമായി സമ്പാദിച്ചതാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തണം. ഇത് ഇഡിയുടെ നടപടികളെ കൂടുതൽ കർശനമാക്കുന്നു. സ്വത്തുക്കൾ കണ്ടുകെട്ടിക്കഴിഞ്ഞാൽ അത് തിരികെ ലഭിക്കുക എന്നത് അങ്ങേയറ്റം സങ്കീർണവും സമയമെടുക്കുന്നതുമായ ഒരു നിയമ പോരാട്ടമാണ്. ഒരു അന്വേഷണത്തിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരിക്കലും തനിയെ വരാറില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. മിക്കവാറും മറ്റ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകളുടെ ചുവട് പിടിച്ചാണ് ഇഡി രംഗപ്രവേശം ചെയ്യുന്നത്. സാധാരണഗതിയിൽ CBI, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, NIA അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് എന്നിവർ രജിസ്റ്റർ ചെയ്യുന്ന ഒരു പ്രാഥമിക കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി തങ്ങളുടെ അന്വേഷണം ആരംഭിക്കുന്നത്. ഇതിനെ പ്രെഡിക്കേറ്റ് ഒഫൻസ് അഥവാ അടിസ്ഥാന കുറ്റകൃത്യം എന്ന് പറയുന്നു. ഉദാഹരണത്തിന് ഒരു അഴിമതി കേസിൽ സംസ്ഥാന പോലീസോ CBIയോ കേസെടുത്താൽ ആ അഴിമതിയിലൂടെ ലഭിച്ച പണം എവിടേക്ക് പോയി, അതെങ്ങനെ വെളുപ്പിച്ചു എന്ന് കണ്ടെത്താനാണ് ഇഡി എത്തുന്നത്.
റെയ്ഡുകൾ നടത്തുമ്പോഴും അറസ്റ്റുകൾ നടത്തുമ്പോഴും ആവശ്യമായ സുരക്ഷയും സഹായവും നൽകുന്നതിനായി ലോക്കൽ പോലീസിനെയോ കേന്ദ്ര സായുധ സേനകളെയോ ഇ ഡി ഒപ്പം കൂട്ടാറുണ്ട്. സാമ്പത്തിക രഹസ്യാന്വേഷണ യൂണിറ്റായ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് നൽകുന്ന രഹസ്യ വിവരങ്ങളും ഇ ഡിയുടെ ഓപ്പറേഷനുകൾക്ക് വലിയ പിന്തുണ നൽകുന്നുണ്ട്. ഇങ്ങനെ വിവിധ ഏജൻസികളുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഒരു സാമ്പത്തിക കുറ്റവാളിയെ ഇ ഡി വലയിലാക്കുന്നത്. രാഷ്ട്രീയ നേതാക്കൾക്കും പ്രതിപക്ഷ പാർട്ടികൾക്കുമെതിരെ ഇ ഡി ഒരു പ്രതികാര ആയുധമായി കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്നാണ്. ഈ ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ യാഥാർത്ഥ്യവും രാഷ്ട്രീയ താൽപ്പര്യങ്ങളും ഇടകലർന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്കെതിരെ നടത്തുന്ന ഇ ഡി അന്വേഷണങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. അത് ഒരു വസ്തുത തന്നെയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴോ അല്ലെങ്കിൽ നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുമ്പോഴോ പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യമിട്ട് ഇ ഡി റെയ്ഡുകൾ നടക്കുന്നതായി വ്യാപകമായി ആരോപണമുണ്ട്. പല പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും മാസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടിയും വന്നിട്ടുണ്ട്. എന്നാൽ അന്വേഷണങ്ങൾക്കൊടുവിൽ കോടതികളിൽ കുറ്റം തെളിയിക്കപ്പെടുന്ന കേസുകളുടെ എണ്ണം, അതായത് കൺവിക്ഷൻ റേറ്റ് വളരെ കുറവാണെന്നത് ഈ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നുണ്ട്. ഭയപ്പെടുത്താനും രാഷ്ട്രീയമായി ഒതുക്കാനും സർക്കാരിനെതിരായ ശബ്ദങ്ങളെ നിശബ്ദമാക്കാനുമാണ് ഈ അന്വേഷണ ഏജൻസിയെ ഉപയോഗിക്കുന്നത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന വാദം. ജാമ്യം ലഭിക്കാൻ പോലും ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ച് നിയമം തന്നെ ഒരു ശിക്ഷയായി മാറിയിരിക്കുകയാണെന്ന് നിയമവിദഗ്ധർ പോലും വിമർശിക്കാറുണ്ട്. മറുവശത്ത് ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന വാദങ്ങളുമുണ്ട്. അഴിമതിക്കെതിരായ സീറോ ടോളറൻസ് അഥവാ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും കുറ്റം ചെയ്താൽ ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നത് അന്വേഷണ ഏജൻസികളുടെ കടമയാണെന്നും വാദിക്കുന്നവരുണ്ട്. ഇ ഡി നടത്തിയ പല റെയ്ഡുകളിലും രാഷ്ട്രീയ നേതാക്കളുടെയും അവരുടെ ബിനാമികളുടെയും വീടുകളിൽ നിന്നും കണക്കിൽപ്പെടാത്ത കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകെട്ടുകളും സ്വർണവും പിടിച്ചെടുത്തത് നാം വാർത്തകളിൽ കണ്ടിട്ടുണ്ട്. ഈ തെളിവുകൾ ഒരിക്കലും കെട്ടിച്ചമച്ചതല്ലെന്നും യഥാർത്ഥത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും ഇതിലൂടെ വ്യക്തമാകുന്നു. പണ്ടുകാലങ്ങളിൽ രാഷ്ട്രീയക്കാർക്ക് ലഭിച്ചിരുന്ന അലിഖിതമായ പരിരക്ഷ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന തത്വം കർശനമായി നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന രാഷ്ട്രീയ മേഖലയിൽ അതിൻ്റെതായ പ്രതിഫലനങ്ങൾ ഉണ്ടാകും. എന്നാൽ ഭരണപക്ഷത്തുള്ള നേതാക്കൾക്കെതിരെ സമാനമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ അന്വേഷണ ഏജൻസികൾ കാണിക്കുന്ന മെല്ലപ്പോക്ക് നയം സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാൻ കാരണമാകാറുണ്ട്. അതും ഒരു നഗ്നസത്യം തന്നെയാണ്. ചുരുക്കത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പുതിയ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ അതിസങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശക്തമായ അധികാരങ്ങളുള്ള ഒരു അന്വേഷണ ഏജൻസിയുടെ സാന്നിധ്യം അനിവാര്യമാണ്. എന്നാൽ ഏത് വലിയ അധികാരവും ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ എപ്പോഴുമുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് അന്വേഷണ ഏജൻസികൾ പ്രവർത്തിക്കേണ്ടത് ഭരണകൂടത്തിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനല്ല, മറിച്ച് നീതിയും നിയമവും ഉറപ്പുവരുത്താനാണ്. ഇ ഡിയുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരികയും രാഷ്ട്രീയ പക്ഷപാതിത്വമില്ലാതെ കേവലം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം അന്വേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ അത്യാവശ്യമാണ്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്നതിനൊപ്പം തന്നെ നിരപരാധികൾ വേട്ടയാടപ്പെടുന്നില്ല എന്നുറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം കോടതികൾക്കും ഭരണകൂടത്തിനുമുണ്ട്. അപ്പോഴേ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരായുള്ള ഈ പോരാട്ടം പൂർണ്ണമായും അർത്ഥവത്താകും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.